വാട്സപ്പിനകത്ത് വളരെ പഴക്കമുള്ളതും ഒരുപാട് ഉപകാരപ്പെടുന്നതും നിങ്ങൾക്കറിയാത്തതുമായിട്ടുള്ള, അതായത് 90% പേർക്കും അറിയാത്തതായിട്ടുള്ള ഒരു ചെറിയ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അധിക പേരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആയിരുന്നു, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരുന്നു. ഇത് ഫോണിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു, വാട്സപ്പിനകത്ത് ഞാനിത് മറ്റുള്ളൊരു പേർക്ക് ഷെയർ ചെയ്ത് വെച്ചിരുന്നു, അല്ലെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ നമ്പറിലേക്ക് തന്നെ ഷെയർ ചെയ്ത് വെച്ചിരുന്നു. വാട്സപ്പ് പോയ സമയത്ത് വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോയി, അല്ലെങ്കിൽ ഫോൺ ഫോർമാറ്റ് ചെയ്ത് പോയി. ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ വോയിസോ അല്ലെങ്കിൽ ഫോട്ടോയോ വീഡിയോയോ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അത് കേസ് സംബന്ധമായിട്ടുള്ളതായിരിക്കാം, മറ്റ് ഫാമിലി സംബന്ധമായിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ക്യാഷ് തരാനുള്ളതോ കൊടുക്കാനുള്ളതോ അങ്ങനെയുള്ള കണക്കുകളായിരിക്കാം. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാറുണ്ട്. ഇതുപോലെ നമുക്ക് വിലപ്പെട്ട വോയിസുകളും ഡോക്യുമെൻറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാനിവിടെ അതിനായിട്ടൊരു വാട്സപ്പ് ചാറ്റാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഈ ഒരു വാട്സപ്പിൻ്റെ ഈ ഒരു വോയിസ് ഞാനിവിടെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഈ ഒരു വോയിസ് ആണ് എനിക്ക് ആവശ്യമെങ്കിൽ ഞാൻ ഈ ഒരു വോയിസ് ഞാനിവിടെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ലോങ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 3 ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഈ റൈറ്റ് സൈഡിലായിക്കൊണ്ട് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഷെയർ എന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഷെയറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും. മുകളിലായിക്കൊണ്ട് നമുക്ക് വാട്സപ്പിൽ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൻ്റെ താഴെ ആയിക്കൊണ്ട് നമുക്ക് വ്യത്യസ്ത ആപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണാൻ വേണ്ടി സാധിക്കുക. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇത് നമുക്ക് ബ്ലൂടൂത്തിലൂടെയും ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനിൽ നമുക്ക് ഷെയർ ചെയ്ത് വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ തന്നെ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഗൂഗിൾ ഡ്രൈവ്, നമ്മുടെ സ്വന്തം ഗൂഗിളിൻ്റെ ആ ഒരു ഡ്രൈവ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡികൾ ഉള്ളവരാണ് എങ്കിൽ താഴെ നമുക്ക് ആ ഒരു ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഈ ഒരു ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ജിമെയിൽ ഐ ഡി ആണ് സേവ് ചെയ്യേണ്ടത് ആ ഒരു ജിമെയിൽ ഐ ഡി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. താഴെ കാണുന്ന അക്കൗണ്ട് എന്നതിൽ. അതുപോലെ തന്നെ നമുക്കിവിടെ ലൊക്കേഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഡ്രൈവിലേക്ക് അത് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയോ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അപ്ലോഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. മുകളിൽ ഈ ഒരു അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഫയൽ അപ്ലോഡ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐറ്റം നമുക്കിവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് എന്ന് മുകളിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് വന്നിട്ട് ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിനകത്തുണ്ടായിരിക്കും. ഫോൺ ഫോർമാറ്റ് ചെയ്ത് പോയാലും, ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ വാട്സപ്പ് പോയി കഴിഞ്ഞാലും നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് ആ ഒരു വോയിസോ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ നമുക്കതിനകത്ത് കാണാൻ സാധിക്കും. ഞാനിവിടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ ഡ്രൈവിനകത്ത് ഇവിടെ ആ ഒരു വോയിസ് ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ടില്ലേ? നമ്മൾ ഇപ്പോൾ അയച്ചിട്ടുള്ള ആ ഒരു ഓഡിയോ ഇവിടെ മുകളിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ? ഇനി നമുക്ക് ആവശ്യമെങ്കിൽ നമുക്കിത് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇത് ആവശ്യമെങ്കിൽ നമുക്കിതിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ നമുക്ക് ഡൗൺലോഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നമുക്കിതുപോലെ വേഗം ഗൂഗിൾ ഡ്രൈവിലേക്ക് മാറ്റി സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. വാട്സപ്പിൽ വരുന്ന ഏത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളും നമുക്കിതുപോലെ ഗൂഗിൾ ഡ്രൈവിലേക്ക് മാറ്റി അവിടെ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഉപകാരപ്പെടുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.